യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. ഇന്നിവിടെ ഒരു കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ശരിയാതി എന്ന രാജാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു. അവളെ വളരെ ലാളിച്ച് വളർത്തിയിരുന്നു. രാജാവും ഭടന്മാരും വനത്തിൽ പോകുമ്പോൾ മകളെയും തോഴിമാരും എല്ലാവരും രാജാവിൻ്റെ കൂടെ വനത്തിലേക്ക് പോയിരുന്നു. അവിടെ ഇങ്ങനെ അവർ നടന്ന് കളിക്കുന്ന സമയത്ത് അവിടെ ഒരു വള്ളിയെല്ലാം പടർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കണ്ടു. തോഴികളും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലം കണ്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അതിനകത്ത് 2 നക്ഷത്രത്തിൻ്റെ തിളക്കം കണ്ടു. നക്ഷത്രം അതെന്താണെന്നറിയാതെ ഒരു മുള്ളെടുത്ത് അത് കുത്തി കഴിഞ്ഞപ്പം ഒരാർത്തനാദം കേട്ടു. കഴിഞ്ഞ് ഇങ്ങ് പോന്നു, കൊട്ടാരത്തിൽ വന്നു. രാജാവ് ഇതൊന്നും അറിയുന്നില്ല. ജനങ്ങൾക്കും രാജഭരണം എല്ലാവർക്കും മലമൂത്രാദി മുട്ടി എന്തുവാണെന്നറിയാതെ രാജാവ് ദുഃഖിച്ചു. എല്ലാവരും പരാതി വരുന്നു. ഈ രാജാവ് തിരക്കി, എന്താണ് ഇതിന് കാരണം? ഇനി ഒരു മുനി അവിടെ തപസ് ചെയ്യുന്നുണ്ട്, ആ മുനിയെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നറിയാൻ തിരക്കി. ആരും ഒന്നും ചെയ്തിട്ടില്ല. രാജാവ് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി. എല്ലാവരും മലമൂത്രങ്ങൾ തടഞ്ഞ് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ മകൾ വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇതുപോലെ അവിടെ ചെന്നപ്പം വള്ളിയെല്ലാം മൂടിക്കിടന്നിടത്ത് 2 തിളക്കം കണ്ടു. ഞാൻ മുള്ളു കൊണ്ട് തിളക്കം കുത്തി, അത്ര എനിക്കറിയാം. അതിനി മഹർഷി ആയിരുന്നോ എന്ന് കേട്ടോണ്ട് രാജാവ് എളുപ്പം ഭടന്മാരും കൊണ്ട് അവിടെ ചെന്നപ്പോൾ ആ മുനിയുടെ കണ്ണാണ് ഒത്തിപ്പൊട്ടിച്ചിരിക്കുന്നത്. വള്ളിപ്പടർപ്പുകളെല്ലാം മാറ്റി പുറ്റുമെല്ലാം വർഷങ്ങളായി തപസ് ചെയ്ത് മൺപുറ്റു മൂടി അതിൻ്റെ പുറത്ത് വള്ളിയെല്ലാം കൂടെ മൂടിക്കിടക്കുമായിരുന്നു. കണ്ണുകളാണ് സൂര്യനെ പോലെ തെളിഞ്ഞത്. എളുപ്പം ച്യവന മഹർഷി എന്നാണ് ആ മഹർഷിയുടെ പേര്. ച്യവന മഹർഷിയോട് രാജാവ് സംസ്ഥാപരാധം ചെയ്തു. എൻ്റെ മകൾ ഇങ്ങനെ അറിയാതെ ചെയ്തു പോയതാ, അങ്ങ് ശപിക്കരുത് എന്ന് പറഞ്ഞു. രാജാവ് കാല് പിടിച്ചു. അപ്പം മുനി പറഞ്ഞു, ഞാൻ ശപിക്കൊന്നുമില്ല. രാജാവിൻ്റെ മോളെ എനിക്ക് തരിക, അതേ ഉള്ളൊരു പരിഹാരം. എന്നെ കണ്ണ് കാണാത്ത എന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ല, മോളെ എനിക്ക് തരിക. ഇത് കേട്ട് രാജാവ് അങ്ങ് ഭയങ്കര ദുഃഖമായി. ഒറ്റ ഒരു മോളേ ഉള്ളൂ. മോളെ ഒരു മുനിക്ക് എങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും? ചിന്താകുലയായി കൊട്ടാരത്തിൽ വന്നിരുന്നു. ജനങ്ങളുടെ ദുരിതം കാണുമ്പോൾ മന്ത്രികളെയും വിളിച്ചാലോചിച്ചു, എന്താ ഒരു പോംവഴി? ഇപ്പോൾ മകൾ തന്നെ വന്ന് അച്ഛനോട് പറഞ്ഞു. മകളുടെ പേര് സുകന്യ. അച്ഛാ, ഞാൻ ചെയ്ത അപരാധത്തിന് ഞാൻ ആ മുനിയെ സ്വീകരിച്ചോളാം. ഞാൻ വളരെ സന്തോഷമായി കഴിഞ്ഞോളാം. അച്ഛൻ ദുഃഖിക്കണ്ട. അദ്ദേഹവുമായിട്ടുള്ള വിവാഹം നടത്തിത്തന്നാലും. രാജാവ് മനസ്സോടെ ജനങ്ങളുടെ ദുരിതമോർത്ത് മകളെയും കൊണ്ട് മുനിയുടെ അടുക്കൽ ചെന്നു. മുനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. രാജാവ് വളരെ വിഷമത്തോടെ കൊട്ടാരത്തിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ ആ മകൾ പറഞ്ഞു, എനിക്കിനിയും രാജാഭരണങ്ങളും രാജവസ്ത്രമൊന്നും വേണ്ട. എനിക്ക് മാൻതോലും കൊണ്ടുത്തരിക. ഞാൻ മുനികുമാരിയായിട്ട് ഇവിടെ ജീവിച്ചു, മുനിയുടെ ഭാര്യയായി ഇവിടെ ജീവിക്കാം. അതനുസരിച്ച് തോലുമൊക്കെ കൊടുത്ത് ആ രീതിയിൽ അവിടെ ഭർത്താവിനെ സേവിച്ച് മകൾ വാഴുന്നു. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തി പല്ല് തേക്കാനുള്ളതെല്ലാം എടുത്ത് പല്ല് തേപ്പിച്ച് കഴിഞ്ഞ് മലമൂത്രാദി ചെയ്യാൻ വെളിയിൽ കൊണ്ടുപോയി വെള്ളമെല്ലാം കൊടുത്ത് അതുമെല്ലാം കൊടുത്തിട്ട് വന്ന് വെള്ളം ചൂടാക്കി കുളിപ്പിച്ച് ജപാദികൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വനത്തിൽ നിന്ന് കായ്ക്കനികൾ പറിച്ചുകൊണ്ട് വന്ന് ഭർത്താവിന് ആഹാരവും ഉണ്ടാക്കി പൂജ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ആഹാരം കൊടുത്ത് അങ്ങനെ
കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു തടാകത്തിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഭർത്താവിനെ അവിടെ ഉറങ്ങാൻ നേരത്തെ അരികിൽ പോയി ഉറക്കും. കൈകൊണ്ട് തടവി ഉറക്കിയിട്ട് ആ കാക്കൽ ചുണ്ട് കിടക്കും. അങ്ങനെ ആ മുനികുമാരി ആ രാജകുമാരി ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വെള്ളമെടുക്കാനായി തടാകത്തിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ അശ്വിനി ദേവന്മാർ, സൂര്യൻ്റെ മക്കളാണ് 3 അശ്വിനി ദേവന്മാർ അവിടെ പ്രത്യക്ഷയായി. എന്നിട്ട് ദേവി ആരുടെ മകളാണ്, ആരുടെ ഭാര്യയാണ്, ഇവിടെ എങ്ങനെ വന്നു, ആരാ, നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണല്ലോ, എവിടുന്ന് വരുന്നു എന്നൊക്കെ അശ്വിനി ദേവന്മാർ ചോദിച്ചു. അവൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അവർക്ക് തന്നെ അറിയാം. അത് കഴിഞ്ഞ് ഞാൻ ശരിയാതി എന്ന രാജാവിൻ്റെ മകളാണ്, എൻ്റെ ഭർത്താവ് ച്യവന മഹർഷിയാണ്. അവർ അത്ഭുതപ്പെട്ടു. ഒരു രാജകുമാരിയെ ച്യവന മഹർഷിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന പിതാവ് ആരാണ്? അവർ എന്നാൽ മഹർഷിയെ ഉപേക്ഷിച്ച് ഞങ്ങളിൽ ഒരുവരെ കല്യാണം കഴിക്കുക, സുഖമായി ജീവിക്കാം. രാജ കേട്ടെ സുകന്യ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ സേവിച്ച് പരിപൂർത്തിയായി ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് ച്യവന മഹർഷിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ച്യവന മഹർഷിയെയും കൂട്ടി അശ്വിനി ദേവർ നിന്ന സ്ഥലത്ത് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവരെ ച്യവന മഹർഷിയെ കണ്ടു. ഞങ്ങൾ 3 പേരുടെ കൂടെ ച്യവന മഹർഷിയും ഈ പൊയ്കയിലിറങ്ങി കുളിച്ചിട്ട് പൊങ്ങുമ്പോൾ 4 പേരും ഒരുപോലെ ഇരിക്കും. അപ്പം സുകന്യയ്ക്ക് ഇഷ്ടമുള്ള ഭർത്താവിനെ വരിക്കുക. സമ്മതമാണെന്നും ചോദിച്ചു. അവൾ സമ്മതിച്ചു. അങ്ങനെ ച്യവന മഹർഷിയും ഈ അശ്വിനി കുമാരരും പൊയ്കയിലിറങ്ങി മുങ്ങി എഴുന്നേറ്റപ്പോൾ 4 പേരും ഒരുപോലെ ഇരിക്കുന്നു. ഇതിലേതാണ് ഭർത്താവെന്നറിയാതെ സുകന്യ വിഷമിച്ചു. എന്നിട്ട് ദേവിയെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചറിയണേ പ്രാർത്ഥിച്ചു. ആയാലും അതിലൊരാളിനെ മാലയിട്ടു. അത് ഭർത്താവ് തന്നെയായിരുന്നു. ച്യവന മഹർഷി ഇപ്പോൾ അതികോമളനും സുന്ദരനും യൗവനയുക്തയുമായ ഒരു ഭർത്താവിനെ സുകന്യയ്ക്ക് ലഭിച്ചു. അശ്വിനി കുമാരന്മാർ യാത്ര പറഞ്ഞു പോയി. അങ്ങനെ മുനിയെ വിവാഹം ചെയ്ത സുകന്യയ്ക്ക് നല്ല ഒരു ഭർത്താവിനെ ലഭിച്ചു. എൻ്റെ കഥയുടെ സമ്പൂർണ്ണം. നമസ്തേ.